നേരെ പോയിട്ട് പിന്നെ അയാളെ കാണുന്നില്ല. അപ്പൊ മറ്റേ കൂടെ നേരത്തെ ചെങ്ങായി പോയിട്ട് തിരിച്ചു വരുന്ന മറ്റേ ചെങ്ങായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും വിശ്വാസത്തോടെ അവിടെ നിന്നത്. അല്ലെങ്കിൽ ഞാൻ പുറകെ പോയിട്ട് ഞാൻ പൊട്ടിത്തേനെ. എനിക്ക് क्या भैया नहीं चाहिए भाई? अरे टीशन लेगा ना? नहीं कपड़ा देखो उसका। कपड़ा नहीं चाहिए. क्या लेने आए हो? मेरे को जैकेट चाहिए. कैसा चाहिए? ഒരു തെർമലിന്റെ ഒരു പാന്റും പിന്നെ അതേപോലെ ഒരു ഗ്ലൗവ് എടുത്തിട്ടുണ്ട്, സ്നോ ഗ്ലൗവ്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ജുമാ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അടുത്തത് ഇനി സരോജിനി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് സരോജിനി മാർക്കറ്റിലേക്ക് പോകണം. അപ്പം ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോണ്ടല്ലോ ആൾക്കാരെയൊക്കെ ഭയങ്കര റിയാക്ഷൻ ആയിട്ടാ. ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല. മൈക്കില്ല, മറ്റേ മൈക്കിന് എന്തോ ഒരു കരകരപ്പ് പറ്റിയിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇപ്പൊ നേരെ സരോജിനി മാർക്കറ്റിലേക്ക് മെട്രോ കയറിയിട്ട് വേണം പോവാന്. ഇവിടെ ഇഷ്ടം പോലെ, ഇതൊരു മാർക്കറ്റാട്ടാ, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഏതെല്ലാം മോഡൽ, എന്തെല്ലാം വെറൈറ്റികള്, എന്റെ പൊന്നോ രക്ഷയില്ല. അപ്പോ നമ്മളിപ്പോ ഇനി ഇവിടുന്ന് മെട്രോ കിട്ടുമോ നോക്കട്ടെ. ഇവിടുന്ന് പിന്നെ ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, ഞാൻ വന്ന് ഇറങ്ങിയത്. അപ്പൊ അവിടെ പോയി അവിടുന്ന് വേണം ഇനിയിപ്പോ കയറാൻ വേണ്ടിട്ട് പോയി നോക്കാം എന്തായാലും. അപ്പൊ ഗൈസ്, നമ്മള് മെട്രോ സ്റ്റേഷന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ ഒന്ന് നോക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് മെട്രോന്റെ സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോ ഞാൻ എടുത്തത് എന്താ സംഭവം എന്ന് വെച്ചാല്, മെട്രോ കാർഡ് എടുത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ട, ഞാൻ മെട്രോ കാർഡ് എടുത്ത് ഇതിന് എനിക്കിപ്പോൾ റീചാർജ് ചെയ്യാൻ വന്നത് 130 രൂപയാണ്. 130 രൂപയ്ക്ക് ഞാൻ ഈ മെട്രോ കാർഡ് റീചാർജ് ചെയ്ത് എനിക്ക് ഇതിപ്പോൾ ഇനി ബാംഗ്ലൂർ വേണം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഓൾ ഇന്ത്യയാണ്. ഓൾ ഇന്ത്യയിൽ മൊത്തം നമുക്ക് എവിടെ വേണമെങ്കിലും ഈ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം റീചാർജ് ചെയ്തിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ സരോജിനി മാർക്കറ്റിൽ പോകണമെങ്കിൽ ലാസ്റ്റ് പട്ട്നർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവിടുന്ന് പിന്നെ മാറിക്കയറണം. അതായത് ടിക്കറ്റ് ഒന്ന് തന്നെ, പക്ഷെ അവിടുന്ന് നമ്മൾ ഇത് മാറിക്കയറണം. ഈ ലാജ് പട്ട്നർ അങ്ങനെ എന്താന്ന് സ്ഥലത്തിന്റെ പേര്. അവിടുന്ന് ഇത് ടിക്കറ്റ് നമ്മൾ മാറി കയറിയിട്ട് വേണം സരോജിനി മാർക്കറ്റിലേക്ക് പോകാൻ. അപ്പോൾ സരോജിനി മാർക്കറ്റല്ല, സരോജിനി നഗർ എന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് വേണം കയറാൻ വേണ്ടിയിട്ട്, പോകാൻ. അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ലാജ് പട്ട്നർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ മാറി കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ വെയിറ്റിംഗിലാണ്. ഇപ്പം മെട്രോ വരാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. ഗൈസ്, അങ്ങനെ ഞാൻ പിന്നെ ലാജ്പാട്ട് നഗറിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ സരോജിനി നഗറിലേക്കുള്ള മെട്രോ കയറണം. അത് പിങ്ക് ലൈൻ എന്ന് പറയുന്ന സംഭവം വരും. ഇവിടെ വയലറ്റ് ലൈന്, പിങ്ക് ലൈന്, അങ്ങനെയൊക്കെ ഓരോ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെട്രോയിൽ സഞ്ചരിക്കണമെങ്കിൽ അതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ നമുക്ക് ഡൽഹി മെട്രോ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് പ്ലാറ്റ്ഫോം 4 പോയിട്ട് വേണം സരോജിനി നഗറിലേക്കുള്ള മെട്രോ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ സരോജിനി മാർക്കറ്റിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് വരുമ്പോൾ മെട്രോയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര റഷ് ആയിരുന്നു, ഭയങ്കര ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ സരോജിനി മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു ബൂട്ട് എന്തായാലും വാങ്ങണം. ബൂട്ട് നോക്കണം, അതേപോലെ ഒരു ഹെഡ്സെറ്റ് നോക്കാനുണ്ട്. പിന്നെ അങ്ങനെ 2-3 ഐറ്റംസ് നോക്കാനുണ്ട്. പിന്നെ ഒരു ജാക്കറ്റ് നോക്കട്ടെ. ജാക്കറ്റ് ചിലപ്പോഴേ എടുക്കുള്ളൂ പറ്റുവാണെങ്കിൽ, കാരണം സ്പേസ് കുറവാണ് ബാഗിനകത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കിയിട്ട് എടുക്കണം ജാക്കറ്റും കാര്യങ്ങളൊക്കെ. कितने का देख रहे हो? ये 50 रुपया. 300 में नहीं आएगा वो। 100 ब्लॉग क्या ब्लॉग? फिर वेरी फनी का ഞാൻ 2 സോക്സ് വാങ്ങി. വേണ്ടില്ലേ? ഇതിന് ഒന്നിന് 50 രൂപ, 3 സോക്സ് 50 രൂപയ്ക്ക്. 2 സെറ്റ് വാങ്ങി. മൊത്തം 6 സോക്സ് കിട്ടിയിട്ടുണ്ട്. മൊത്തം 100 രൂപയ്ക്ക് 6 സോക്സ്. അപ്പോ ഇവിടെ ഇതിലും വില കുറച്ച് കിട്ടുമെന്നാ പറയുന്നത്. അതിന്റെ ഇടയിൽ എന്നെ 2 ഹിന്ദിക്കാര് പൊട്ടനാക്കി കളഞ്ഞു. എന്റെ ഈ സോക്സ് മേടിച്ചിട്ട് ഭയ്യ ഇത് എത്രയാ മേടിച്ചെന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ അതിനകത്ത് ഒരു ചങ്ങായി ഇതെടുത്തിട്ട് നേരെ അങ്ങ് പോയി. നേരെ പോയിട്ട് പിന്നെ
പിന്നെ അയാളെ കാണുന്നില്ല. അപ്പൊ മറ്റേ കൂടെയുള്ള ചങ്ങായിമാരെല്ലാം പറഞ്ഞ എന്നോട് ഒരു 10 മിനിറ്റ് കൊണ്ട് അവൻ വരും, എനിക്ക് തലക്ക് സുഖമില്ലാത്ത അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊറേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഓക്കെ വെയിറ്റ് ചെയ്യാന്നുള്ള, ഞാൻ സച്ച് പോലെ പോയി അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ അപ്പൊ അയാള് പറഞ്ഞു പിന്നെ അവൻ വരും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം മൊത്തിക്ക് കൊടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് क्या भैया नहीं चाहिए भाई? अरे स्टेशन देगा ना, नहीं कपड़ा देखो उसका। कपड़ा नहीं चाहिए, क्या लेने आए हो? मेरे को जैकेट चाहिए। कैसा चाहिए? वो थोड़ा मनाली को जाने के लिए। मनाली का तो तो दिखा रहा पीछे बता मुझे। सही है, थोड़ा अच्छा वाला चाहिए भाई, ऐसा ले लो ना। ऐसा वाला नहीं चाहिए भाई. അപ്പൊ അങ്ങനെയാണ് സംഭവം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂഞ്ചി സത്യമായിട്ടും നമ്മളെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ആകെ പണി കിട്ടുന്ന കേസ് കേട്ടാ ഇതൊക്കെ. ഓക്കെ, അപ്പൊ വരുന്നവരെന്തായാലും ശ്രദ്ധിക്കാം, നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ചില്ല പണി 8ന്റെ പണി കിട്ടും. अरे नाराज हो गए मत। ഞാനിപ്പോ ഇവിടുന്ന് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം അടിച്ചോണ്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ ഒന്നും തിരിയില്ല. ഇപ്പൊ നേരത്തെ ചെങ്ങായി പോയിട്ട് തിരിച്ചു വരുന്ന മറ്റേ ചെങ്ങായി പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ അത്രയും വിശ്വാസത്തോടെ അവിടെ നിന്നത്. അല്ലെങ്കിൽ ഞാൻ പുറകെ പോയിട്ട് ഞാൻ പൊട്ടിത്തേനെ എത്തി. എനിക്ക് കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ അവനങ്ങനെ എടുത്തിട്ട് പോകാൻ പാടില്ലെന്ന്. അപ്പൊ ജാക്കറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോണം. ഇവിടെ എവിടെയും ജാക്കറ്റ് ഒന്നും കാണുന്നില്ല. അപ്പോ മണാലി പോവാൻ ജാക്കറ്റിന് ചോദിച്ചപ്പോ ജാക്കറ്റ് ഇവിടെ അല്ല, ഇതിന്റെ ബാക്ക് സൈഡാന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ ബാക്ക് സൈഡിലോട്ട് പോവാണ്. ഇപ്പൊ ബാക്ക് സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കാം. പിന്നെ അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. നല്ല ബൂട്ട് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൂട്ട് എടുക്കണം. ഇതിന്റെ ബാക്ക് സൈഡിലോട്ടൊന്ന് പോയോക്കാം. ഒരുത്തൻ പിന്നെ നമ്മളെ ആപ്പിളിന്റെ ഒക്കെ എയർബഡ്സ് ഇല്ലേ, അത് പിന്നെ എന്നോട് 4000-ന് പറഞ്ഞു. ഞാന് വേണ്ടെന്നെല്ലാം പറഞ്ഞ് കൊറേ ഒഴിവാക്കി. അങ്ങനെ ലാസ്റ്റ് അവൻ പറഞ്ഞ് 4000 രൂപ പറഞ്ഞ സാധനം പറഞ്ഞ് ലാസ്റ്റ് ഞാനത് 300 രൂപ വരെ എത്തിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് 250 രൂപയാണ്. 250 രൂപയ്ക്ക് തരാൻ പറ്റുവാണെങ്കിൽ താന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു തരാൻ പറ്റില്ല എന്നുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോയി. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ കുഴപ്പമില്ല. അപ്പോ 4000 പറഞ്ഞ സാധനം എന്നെ കൊണ്ട് 300 വരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഹിന്ദി ശരിക്കും അറിയുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ 150 രൂപ 100 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സരോജിനി മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത. പറയുന്ന വിലയിൽ നിന്ന് നമുക്ക് അതിന്റെ എത്രയോ താഴോട്ട് ബാർഗൻ ചെയ്യാം. ഇവിടെ വളരെ ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് കണ്ട 100 രൂപയ്ക്കുള്ള ലേഡീസിന്റെ ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് 50 രൂപയ്ക്ക്, അതേപോലെ ഇതാ 200, അങ്ങനെ 350, പല റേറ്റിന്. ഇതാ ജെൻസിന്റെ പാന്റും കാര്യങ്ങളൊക്കെ ഇതാ 200. പക്ഷെ ഇതൊക്കെ നമ്മള് വില വീശുകയാണെങ്കിൽ ഇതിലും കുറച്ച് കിട്ടും. പിന്നെ അതാ 250-ന്, അങ്ങനെ 250, 300, 350 ഈ ഒരു റേഞ്ചാണ് ഇവിടെ. ഇതിന്റെ കൂടുതലൊന്നുമില്ല. ഗൈസ്, അങ്ങനെ സരോജിനി മാർക്കറ്റിൽ നിന്ന് ഞാൻ ഇപ്പോ ഒരു 3 സാധനം ഓൾറെഡി പർച്ചേസ് ചെയ്തു. ഒന്ന് സോക്സ്, അതേപോലെ ഒന്ന് എയർബഡ്സ്, അതേപോലെ നമ്മുടെ ഇത് സ്പെക്സ്. ഈ കാണുന്ന സ്പെക്സ് ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ ഇനി വേണ്ടത് പിന്നെ ഒരു നല്ല ബൂട്ട് വേണമെന്നുണ്ട്. ഞാനിപ്പോ ഇട്ടേക്കുന്ന ബൂട്ട് നിങ്ങൾ കാണുന്നില്ലേ, ഈ ബൂട്ടാണുള്ളത്. ഒരു നല്ല ബൂട്ട് വാങ്ങണമെന്നുണ്ട്. പിന്നെ അതേപോലെ അതിന്റെ ഒപ്പരം തന്നെ നല്ല ഉളൻ ടൈപ്പ് നല്ല ലെങ്ത് വരുന്ന ലംബ സോക്സ് ചെയ്യേ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണോ. പക്ഷെ ഇവിടെ ഞാൻ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പക്ഷെ സാധനം കിട്ടുന്നില്ല. എന്തായാലും നോക്കട്ടെ. ഇപ്പൊ 3 സാധനം ഓൾറെഡി പർച്ചേസ് ചെയ്ത്. ഒരു സ്പെക്സ് പർച്ചേസ് ചെയ്ത്, അതേപോലെ എയർബഡ്സ്, പിന്നെ സോക്സും. അപ്പൊ ഈ 3 സാധനത്തിന് റേറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇവിടുന്ന് ഇപ്പൊ ഇതെല്ലാം എടുത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചടങ്ങാണ്. കാരണം ഇവിടെ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോ ചായേ എല്ലാം ഇതന്നെ വേണോ എന്ന് വെച്ചിട്ട് ആകെ അലമ്പാണ്. നമുക്ക് നെയ് ചായ എന്ന് പറയാൻ പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ പൊന്ന് മക്കളെ, ഇവിടെ പെട്ട് അവസ്ഥയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനൊരു ബൂട്ടും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ജാക്കറ്റ് നോക്കണം. ജാക്കറ്റ് കിട്ടുമോ ഇല്ലാന്ന് അറിയില്ല. ഞാൻ കുറെ സമയം നോക്കുന്നു ഒരു ജാക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ബൂട്ടും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ 4 സാധനം ഞാൻ ഇപ്പൊ സരോജിനി മാർക്കറ്റിൽ വന്നിട്ട് വാങ്ങിയത്. നോക്കട്ടെ, ഇനി അടുത്ത കാണുന്ന നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വാങ്ങുന്ന സമയങ്ങളിൽ ഈ വീഡിയോ എടുക്കാൻ പറ്റൂല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാർഗനിങ് എന്ന് പറഞ്ഞാല് ബാർഗൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അതാണ് മെയിൻ സീന്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ലേ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ബൂട്ട് വാങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചുതരാം, റൂമിലെത്തിയിട്ട് കാണിച്ചുതരാം ബൂട്ടിന്റെ അവസ്ഥ എന്താവും. ഓക്കെ, चले
लड़कों के लिए सारे कपड़े दो दोस्तों ने ഗൈസ് അങ്ങനെ സരോജിനി മാർക്കറ്റിനോട് നമ്മൾ വിട പറയുകയാണ്. ഞാനിപ്പോ പിന്നെ എടുത്തത് ഒരു തെർമലിന്റെ ഒരു പാന്റും പിന്നെ അതേപോലെ ഒരു ഗ്ലൗ എടുത്തിട്ടുണ്ട്, സ്നോ ഗ്ലൗ. അപ്പോ നമുക്കൊരു ഉളം ക്യാപ്പിന്റെ ഒരു കുറവുണ്ട്, ജാക്കറ്റിന്റെ ഒരു കുറവുണ്ട്. ഇത് രണ്ടും നമ്മൾ അവിടെ എത്തിയിട്ട് നോക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. കാരണം ഇവിടെ വെറുതെ സമയം കളയലാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒന്നും അങ്ങോട്ട് നടക്കുന്നുമില്ല. ഭ്രാന്തായി പോവും സത്യമായിട്ടും, തലവേദന എടുക്കുന്നു. ഇപ്പൊ നോമ്പ് തുറക്കാനും സമയം 6 മണിയായി. ഇനിയൊക്കെ പോയിട്ട് നോമ്പ് തുറക്കട്ട്, എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഓക്കെ. അപ്പൊ ഗൈസ് എന്തൊക്കെ എടുത്തു എന്നുള്ളത് ഞാന് പിന്നെ റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. എനിക്കിപ്പോ നോമ്പ് തുറക്കണം, അതേപോലെ ഇവിടുന്ന് മെട്രോ കയറും വേണം. അപ്പൊ രണ്ടും കൂടി ചെയ്യണം. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പം വീഡിയോ എടുക്കുന്നില്ല കാരണം രാത്രിയായി. പിന്നെ നോമ്പ് തുറക്കണം, അതേപോലെ മെട്രോയിൽ കയറിയിട്ട് ഇനി ഒരു 19 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ നോക്കിയിട്ട് പോവാന്ന്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ളത് റൂമിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാ പർച്ചേസ് ചെയ്ത്, എത്ര പൈസയായി, എന്തായി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ റൂമിലെത്തിയിട്ട് ഇത്രയും സാധനമാണ് ഞാൻ അവിടെ സരോജിനി മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയത്. ഒന്ന് കൂളിംഗ് ഗ്ലാസ്, പിന്നെ അതേപോലെ ഒരു എയർബഡ്സ്, പിന്നെ 2 ജോഡിയല്ല 6 ജോഡി സോക്സ്, അത് 2 സെറ്റ്. പിന്നെ ഒരു തെർമൽ ടൈപ്പ് പാൻറ്, നമുക്ക് മണാലിയിലോട്ട് പോകുമ്പോൾ വളരെയധികം ഉപകാരമുള്ള ഒരു സാധനമാണിത്. പിന്നെ അതേപോലെ മഞ്ഞത്തിടാൻ പറ്റിയ 2 ഗ്ലൗസ്, ഇത് ഒരു ഷൂവും വാങ്ങിയിട്ടുണ്ട്. ഷൂ മീൻസ് ബൂട്ട്, നമുക്കവിടെ മഞ്ഞിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ആണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എനിക്കറിയാൻ പാടില്ല. എന്തായാലും എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഈ സെയിം സാധനം തന്നെയാണ്. പക്ഷേ ഞാൻ ഒരെണ്ണം വാങ്ങിയെന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ വരുന്ന റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്കത് 500, അതായത് 500 രൂപ. പിന്നെ അതേപോലെ ഈ ഗ്ലൗവും അതേപോലെ ഈ തെർമൽ പാൻറ്റും എനിക്ക് രണ്ടും കൂടി 500 രൂപയാണ് ആയത്. പക്ഷേ ഈ പാൻറ് എന്നെ പറ്റിച്ച് കളഞ്ഞു ഗൈസ്. ഞാൻ അത്ര അങ്ങ് ചിന്തിച്ചില്ല. എന്നോട് ആദ്യം പുള്ളിക്കാരനല്ല, ചെറിയ ചെക്കനാ, അവൻ പറഞ്ഞത് 1000 സംതിങ് ആണ് റേറ്റ്. അപ്പം ഞാനാണെങ്കിൽ അറിയാണ്ട് ഈ ഗ്ലൗവും അതേപോലെ ഈ പാൻറ്റും കൂടെ 500 രൂപയ്ക്ക് തരുമോ ചോദിച്ചും പോയി. അതോടുകൂടി എൻ്റെ കഷ്ടകാലം അങ്ങായി. ശരിക്കും ഇത് നമുക്കൊരു 10 എന്താ പറയുക 300-350 റുപ്യ, അല്ലെങ്കിൽ 300-250-300 ആ റേഞ്ചിലൊക്കെ നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ എനിക്ക് ഒന്നാമത് നോമ്പ് എടുത്തിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ സംസാരിക്കാനും വയ്യ. പിന്നെ ഈ 6 സോക്സ് നമുക്ക് 100 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ എയർബഡ്സ് എന്നോട് പറഞ്ഞത് പിന്നെ 4000 അങ്ങനെയൊക്കെ പറഞ്ഞു, വമ്പർ റേറ്റ് ഒക്കെ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ് ഇതെനിക്ക് കിട്ടിയത് വെറും 250 രൂപയ്ക്കാണ്. ഞാൻ ഇത് 250 രൂപയ്ക്കാണ് വാങ്ങിയത്. ആപ്പിളിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും നോക്കണ്ട, നമുക്ക് എത്ര ദിവസം കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതിന് വരുന്നത് 250 രൂപ. പിന്നെ ഈ ഗ്ലാസ്സിന് 350 പറഞ്ഞ് ഞാൻ ലാസ്റ്റ് 150 കൊടുത്ത് 100 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ കൊടുത്തത് 150 രൂപ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇൻസ്റ്റയിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഫോളോ ബട്ടണും കൂടി ഒന്ന് അടിച്ചമർത്തിയേക്കുക. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളെ മുന്നിലേക്ക് ഇനി എത്തുന്നതാണ്. അപ്പോൾ നാളെ ഇനി താജ്മഹൽ പോകണം. താജ്മഹൽ പോയിട്ട് വേണം മറ്റന്നാളത്തേക്ക് മണാലി കയറാനാണ് പ്ലാന്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. ഓക്കെ, ബൈ.